ദൈവം എന്ന് പറയുന്നത് പെട്ടെന്ന് മിന്നിമറയുന്ന ഒരു പ്രതിഭാസമാണ്. ദിവവും ദിവസവും ആ പ്രതിഭാസം ആണ് നമ്മളെ നിലനിർത്തുന്ന ഷഡ്ഭാവങ്ങൾക്കും ഷഡ്ഋതുക്കൾക്കും കാരണമായിരിക്കുന്നത്. ജനനം മുതൽ മരണം വരെയുള്ള പ്രതിഭാസങ്ങൾക്ക് കാരണമായിരിക്കുന്ന ആ ഷഡ്ഭാവങ്ങളെയേക്കുന്ന ഈ ദിവം എന്ന് പറയുന്ന ദൈവം എന്ന് പറയുന്ന ദ്രവ്യത്തിന്റെ ഈ പ്രതിഭാസം, ആ ദ്രവ്യവിശേഷങ്ങളാണ് നമ്മളുടെ അറിവുകൾ. നല്ല അറിവുകളെ സ്വീകരിക്കുന്നവരാവാം, നന്മയുള്ളവർക്കൊപ്പം ജീവിക്കുന്നവരാവാം. നന്മയില്ലാത്തവരെ നന്മയിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ ശേഷിയുള്ള ജ്ഞാനാവതാരങ്ങളായിട്ട് നമ്മളുടെ മക്കൾക്ക് മാറുവാൻ കഴിയണം. വിദ്വേഷവും പകയും അല്ല നമുക്ക് വേണ്ടത്. ഇവിടെ സ്വർഗീയത അനുഭവിക്കുവാനായിട്ട് നമുക്ക് വേണ്ടത് നിറഞ്ഞ മനസ്സാണ്. അവതാര പുരുഷന്മാരുടെ പ്രവൃത്തികളെ പിന്തുടരുന്നവരാവണം അല്ലേ? തീർച്ചയായിട്ടും നല്ല അവതാരങ്ങളെ പഠിക്കുകയും അവരുടെ നന്മകളെ സ്വീകരിക്കുകയും വേണം. നമ്മളുടെ ദൈവങ്ങളെയോ നമ്മളുടെ അവതാരങ്ങളെയോ ഒക്കെ കുറ്റം പറഞ്ഞ് നടക്കുന്ന കുറവുള്ളവരായിട്ടല്ല നമ്മൾ ജീവിക്കേണ്ടത്. അറിവുള്ളവരായിട്ടാണ് നമ്മളുടെ മക്കൾ ജീവിക്കേണ്ടത്. അറിവുള്ളവരാവാം, അതിനായിട്ട് അറിവിനെ ഷെയർ ചെയ്യാം. അജ്ഞതയെ നിഗ്രഹിക്കുവാൻ അക്ഷരങ്ങളിലാണ് അഭയം തേടേണ്ടത്. രാക്ഷസീയതയെ വധിക്കുന്ന ആയുധമാണ് അക്ഷരം. ആ അക്ഷരങ്ങളിലാണ് മക്കൾ അഭയം തേടേണ്ടത്. അതാണ് വിഗ്രഹിച്ച് അർത്ഥത്തെ ഗ്രഹിക്കുവാൻ ശേഷിയുള്ള ഏറ്റവും വലിയ വിഗ്രഹങ്ങൾ എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ മക്കൾക്കുണ്ടാവുന്നത്. ഈ ശാസ്ത്രചിന്തയിൽ നിന്നും നമ്മൾ വഴുതി അശാസ്ത്രീയതയിലേക്ക് നീങ്ങുമ്പോൾ നമ്മുടെ ചിന്തകൾക്ക് പിശക് സംഭവിക്കും. നമ്മൾ പിശാശായി മാറും. അപ്പൊ നമുക്ക് വീണ്ടും വീണ്ടും ചോദ്യങ്ങൾ ഉണ്ടാവും. അടുത്ത ദിവസങ്ങൾ നമുക്കത് വീണ്ടും പൂർണ്ണതയാവേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം. ഒരുപാട് താങ്ക് യു. എന്റെ മനസ്സിൽ നിന്ന് എന്തോ പെയ്തൊഴിഞ്ഞ ഒരു അവസ്ഥയും ഇപ്പുണ്ട്. സത്യം നമ്മുടെ കുഞ്ഞുമക്കൾ ഇത് കേൾക്കുവാനായിട്ട് എന്നെങ്കിലും, ഞാൻ ജീവിച്ചിരിക്കുമ്പോഴോ എപ്പോഴെങ്കിലും ഇത് കേൾക്കുവാനായിട്ട് കേൾപ്പിക്കുവാനായിട്ട് ഓരോ രക്ഷിതാക്കളും തയ്യാറാവണം. കേൾക്കുവാനായിട്ട് നമ്മുടെ കുഞ്ഞുമക്കളും തയ്യാറാവണം. എല്ലാ മക്കൾക്കും വേണ്ടിയിട്ട് ഇത് ഞാൻ സമർപ്പിക്കുകയാണ്.